ഈ വീഡിയോയിൽ ക്യാൻവയിൽ എങ്ങനെ ടെക്സ്റ്റ് മാസ്കിംഗ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. പല മികച്ച ഡിസൈനുകളും ക്രിയേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് മാസ്കിംഗ് ഉപയോഗിക്കുന്നു. അതിനായി ആദ്യമായി ക്യാൻവ ഓപ്പൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എലമെൻസിൽ നിന്ന് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്യുക. നിരവധി ഫ്രെയിമുകൾ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യം ലെറ്റർ ഫ്രെയിമുകളാണ്. എല്ലാ ലെറ്റർ ഫ്രെയിമുകളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഹിൽ എന്നതിന് ആവശ്യമായ ലെറ്റേഴ്സ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്തു ശേഷം ആവശ്യമായ അറേഞ്ച്മെൻറ്റ്സ് വരുത്തുകയാണ്. നിങ്ങൾക്കിതുപോലെ ലെറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എലമെൻറ്റ്സ് ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഞാൻ അവിടെ ഹിമാലയാസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. എനിക്ക് ആഡ് ചെയ്യാനുള്ള ഇമേജ് ഞാൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുകയാണ്. ഈ ലെറ്റേഴ്സിലേക്ക് ഏത് ഇമേജാണോ ആവശ്യം അത്തരത്തിലുള്ള ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് അതിനായി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് ഓരോ ലെറ്ററിലേക്കും നമ്മുടെ ഇമേജ് വരുത്തിക്കാവുന്നതാണ്. ലെറ്ററിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്കിതേ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഓരോ ലെറ്ററിലും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇമേജിൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക. പൊസിഷൻ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ലെറ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷമാണ് നമ്മൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ലെറ്ററുകളിലേക്ക് ഇമേജുകൾ വരുത്താവുന്നതാണ്. ശേഷം ഞാൻ ലെറ്റേഴ്സ് മുഴുവനായും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. മൂവ്മെൻറ്റിന് മാറ്റം വരാതിരിക്കാനാണ് ഇത്. ഇനി ഞാൻ മറ്റൊരു ഇമേജ് കൂടി ആഡ് ചെയ്യുകയാണ്. ഈ ഒരു ഇമേജ് അതിനായി ആഡ് ചെയ്യാം. ഓരോ ലെറ്റേഴ്സിലേക്കും ഇമേജ് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്തു. ഇനി ഡബിൾ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഏതൊരു ഇമേജും നമുക്ക് ടെക്സ്റ്റ് മാസ്കിംഗ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റിലേക്ക് ഇമേജ് പ്രവേശിപ്പിക്കുന്ന രീതിയാണിത്. ഇനി നമുക്ക് ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ടെക്സ്റ്റ് എലമെൻ്റ് കൂടി ആഡ് ചെയ്യാം. അതിനായി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടെക്സ്റ്റ് എന്ന ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് സെലക്ട് ചെയ്തു. ഞാൻ ഹിൽ വ്യൂ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വ്യൂ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഒരു ഫോണ്ട് ഇതിനായി സെലക്ട് ചെയ്യുകയാണ്. നല്ലൊരു ഫോണ്ടും സെലക്ട് ചെയ്തു. സോ ഇത്തരത്തിലാണ് ടെക്സ്റ്റ് മാസ്കിംഗ് ചെയ്യുന്നത്. ക്യാൻവയിൽ എങ്ങനെ ടെക്സ്റ്റ് മാസ്കിംഗ് ചെയ്യാമെന്നാണ് ഇന്ന് പറഞ്ഞത്. മറ്റ് ഫ്രെയിമുകൾ യൂസ് ചെയ്തും നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് തുടരാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.